കൈരളി ന്യൂസ് ഇമ്പാക്ട് കാസർഗോട്ടെ ഡോക്ടർ ഇല്ലാത്തതിനാൽ അടച്ചുപൂട്ടിയ പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം തുറന്നു. ഡോക്ടർ അബിത കെ തോമസിന് ചുമതല നൽകി. വിവരങ്ങളുമായി സിജു കണ്ണൻ കൂടി ചേരുന്നുണ്ട്. സിജു, ഇന്നലെയാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടത്. ഡോക്ടർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയിരിക്കുകയാണെന്ന് ഒരു ബോർഡ് വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതിൽ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അടച്ചുപൂട്ടിയ പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം തുറന്നിരിക്കുകയാണ്. ഡോക്ടർ അബിത കെ തോമസിനാണ് ചുമതല നൽകിയിരിക്കുന്നത്. എന്താണ് നിലവിലെ വിവരം? അവധിക കൈരളി ന്യൂസ് വാർത്താ ഫലം കണ്ടിരിക്കുന്നു. അടിയന്തരമായ ഇടപെടലുണ്ടായി. പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ 3 ഡോക്ടർമാരില്ലെങ്കിലും താൽക്കാലികമായ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. നിലവിൽ ഡോക്ടർ അബിത കെ തോമസിന് പാണത്തൂരിൽ ചുമതല നൽകിയിട്ടുണ്ട്. വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് പാണത്തൂരിലേക്ക് മാറ്റിയത്. രാവിലെ 9 മണി മുതൽ 2 മണി വരെ OP പ്രവർത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കലക്ടർ കൈരളി ന്യൂസിനും നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് OP സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയത്. അതിനനുസരിച്ച് നിർദ്ദേശം നൽകിയത്. ഇന്ന് രാവിലെ 9 മണി മുതൽ ഡോക്ടർ പരിശോധന നടത്തുന്നുണ്ട്. 2 മണി വരെ പരിശോധന ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ 6 മണി വരെ OP പ്രവർത്തിച്ചിരുന്നു. 3 ഡോക്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഈ 3 ഡോക്ടർമാരും PG പഠനത്തിനായി അവധിയിൽ പോയതിന് തൊട്ട് പിന്നാലെ ഡോക്ടർമാരുടെ ക്ഷാമം കാരണം ആശുപത്രിയിൽ ഇനി ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകില്ലെന്ന് പറഞ്ഞ് പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടുകയായിരുന്നു. ഈ വാർത്ത കൈരളി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. അതിർത്തി മേഖലയിലെ മലയോര മേഖലയിലെ 100 കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടുന്നത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. CPM ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആശുപത്രി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനമായിരിക്കുന്നത്. അവന്തിക.